യെസ്, മറ്റൊരു ലെസനുമായിട്ട് വരികയാണ്. ഡിസൈൻ യുവർ സെൽഫ് ഫ്ലൈ എന്ന കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആളുകളെ അതിലേക്ക് ഒക്കിപ്പെടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് മോഡ്യൂൾ 21 പവർ ടൂൾസ് വന്നുകൊണ്ട് ഈ ഡിസൈൻ യുവർ സെൽഫ് എന്ന പാക്കേജ്, ഈ പാക്കേജിലേക്ക് പല ലെസൺസ് പറഞ്ഞു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കാശൊക്കെയായില്ലോ, കുറേ പരിപാടികൾ കഴിഞ്ഞ് പൈസ വരുമ്പോൾ പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നൊരു ഹാബിറ്റ് ഉണ്ടാക്കണം. ആദ്യം തന്നെ പറയട്ടെ, കിട്ടിയ പൈസ അപ്പം തന്നെ കംപ്ലീറ്റ് വറ്റിക്കരുത്. ഇത് ലേഡീസിൻ്റെ പ്രത്യേക ശ്രദ്ധിക്കുകയാണ്. അതായത് കയ്യിൽ വന്നു കഴിഞ്ഞാൽ പൈസ മുഴുവൻ പെട്ടെന്ന് എടുത്ത് സ്പെൻഡ് ചെയ്ത് കളയും. അത് ചെയ്യരുത്. അത് യൂഷ്വലി എടുക്കേണ്ട ഒരു ഹാബിറ്റിനെ പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റാണ്. ഇപ്പോൾ ഒരു കഥയുണ്ട്. ഒരു കഥ അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങളറിയില്ല, ഞാനത് പറയാം. ഇവിടെ ഒരു ലേഡി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുവാണ്. സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ അവർ ട്രോളിലേക്ക് പർച്ചേസ് ചെയ്തിട്ടപ്പം ഒരു അനൗൺസ്മെൻറ്റ് പറയുകയാണ്. ഒരു ലേഡി വരുവാണ് ഒരു അനൗൺസ്മെൻറ്റുമായിട്ട്. മാഡം ഇന്ന് പർച്ചേസ് ചെയ്ത ഐറ്റത്തിൽ ഒരു ഐറ്റത്തിന് ഒരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. അപ്പം മാഡം ഏതായിട്ടൊക്കെയാണ് പർച്ചേസ് ചെയ്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മാനേജർ അടുത്തേക്കൊന്ന് വരാമോ ചോദിക്കും. അപ്പോൾ ലേഡി അവരെ കൂടെ ആ മാനേജർ ചെല്ലും. അപ്പോൾ മാനേജർ ചോദിക്കും, ഹായ്, ഗുഡ് മോർണിംഗ് മാഡം എന്തൊക്കെയാണെന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്? കാരണം നിങ്ങൾക്ക് ഒരു പ്രൈസ് ഇതിനകത്തുണ്ട്. നിങ്ങളൊന്ന് പറയാമോ ഏതൊക്കെ പ്രോഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാമോ ചോദിക്കുകയാണ്. അപ്പോൾ അവർ ആ ട്രോളിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് എടുക്കുകയാണ്. അശ്രീ ഓരോ പ്രോഡക്റ്റ് എടുത്ത് വയ്ക്കും. ഈ പ്രോഡക്റ്റ് ഇത് എൻ്റെ വീട്ടിലേക്ക് നാളെ രാവിലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഇഡ്ഡലി മാവാണ്. രണ്ടാമത്തേത് ഇതെൻ്റെ ഡോട്ടർ ബാംഗ്ലൂർ പോവാണ്, അപ്പോൾ അവൾക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് എൻ്റെ മകൾ പാലേ പോവുകയാണ്, അവൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഒരു സ്വീറ്റ്സാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിനാണ്. ഇത് എൻ്റെ ഫാദർ ഇൻ ലോനാണ്. ഇത് എൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ഇത് എൻ്റെ വീട് അടിച്ചു വരാനുള്ള ചൂലാണ്. ഇങ്ങനെ അവർ ഏകദേശം ഒരു 19 ഐറ്റം എടുത്തു വെച്ച് കഴിഞ്ഞപ്പം ഈ മാനേജർ ചോദിച്ചു, മാഡം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? സത്യത്തിൽ അവർ പറയും, എനിക്ക് വേണ്ടി ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഇതാണ് സ്ത്രീകളുടെ ഒരു കാപ്പബിലിറ്റിയാണ്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരു പ്രകൃതം സ്ത്രീകളിലുണ്ട്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. സാധാരണ സ്ത്രീകളുടെ കാര്യം പറയണേ, ഇങ്ങനെ ചെയ്യരുത്. എല്ലാവർക്കും വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളെ ഹെൽപ്പേഴ്സ് എന്നാണ് പറയുക. ഇനിയാഗ്രാമിൽ പറയാം ഹെൽപ്പേഴ്സ് എന്നാണ് പറയുക. അതായത് മറ്റുള്ളവരെയൊക്കെ ഹെൽപ്പ് ചെയ്യും, അതിന് നിങ്ങൾ സഫർ ചെയ്യും. ഈ സഫറിങ് വളരെയധികം ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ലൈഫിൽ. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സഫർ ചെയ്യുന്ന ആൾ ആകരുത്. കിട്ടുന്ന പൈസ മുഴുവൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഡിസിപ്ലിൻ പൈസയ്ക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ ലെസനകത്ത് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസ എങ്ങനെ ഓൺ ആൻ ആവറേജ് ബേസിന് എങ്ങനെ സ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ സാലറി കിട്ടുന്നതിനകത്ത് ഒരു 50%, ലെറ്റ്സ് സേ ഒരു 1 lakh വേണ്ട, ഒരു 10,000 rupees നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടെന്ന് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ അതിൽ 5,000 rupees നിങ്ങളുടെ നീഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അതായത് ഹോം ലോൺ ആകാം, വണ്ടിയുടെ പേയ്മെൻ്റ് ആകാം, മെഡിക്കൽ ആകാം, ഇൻഷുറൻസ് ആകാം, കറണ്ട് ബില്ലാകാം. അങ്ങനെ ഡേ ടു ഡേ അഫെയർസിന് വരുന്ന ചിലവിലേക്ക് ഒരു 50% സ്പെൻഡ് ചെയ്യാം. 50%. ഇനി ഒരു 30% നിങ്ങളുടെ വാൺസിന്, അതായത് ടൂർ പോകണം, അടുത്ത വർഷം ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന സ്ഥലത്ത് നിന്ന് പോകണം, അല്ലെങ്കിൽ ഈ കല്യാണത്തിന് വരുമ്പോൾ ഇന്നൊരു സാധനം മേടിക്കണം. ഇങ്ങനെ കുറച്ച് നമ്മുടെ വാൺസുകളുണ്ടാവും. എൻ്റെ വണ്ടി ഒന്ന് മാറണം, വണ്ടിയിൽ ഓൾറെഡി വണ്ടി ഇത് മാറണം, കുറച്ച് ഫസ്റ്റ് EMI കുറച്ച് കൂടെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൂടുതൽ അടയ്ക്കണം, അതിന് വേണ്ടി പണം കാണണം. അങ്ങനെ വാൺസിന് വേണ്ടിയിട്ട് നമുക്ക് വീട് വയ്ക്കണം, വീടൊന്ന് മാറ്റി വയ്ക്കണം, വീടിന് ലോൺ അടയ്ക്കാൻ വേറൊരു വീട് വയ്ക്കണം, അതിന് വേണ്ടിയിട്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വയ്ക്കണം. അതിൻ്റെ 30% ആണ്. അതായത് 50% നീഡ്സിനും 30% വാൺസിനും. ഇനി എന്തുണ്ട്, എത്ര ബാലൻസ് ഉണ്ട്? 20% ഇതിനാണോ? 20% ഫോർ യുവർ സേവിങ്സ്, ദാറ്റ് മീൻസ് ഫ്യൂച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ചെയ്യുന്നത് കയ്യിലുള്ള പൈസ മുഴുവൻ നീഡ്സിലേക്ക് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ആഗ്രഹങ്ങളൊന്നും നടക്കണില്ല, ആഗ്രഹത്തിൻ്റെ കാര്യമൊന്നും നടക്കണില്ല, അപ്പോൾ ഒരു ഹാപ്പി ആവില്ല. ഇനി സേവിങ്സ് നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും വരാൻ പല കാര്യങ്ങൾ, ശരിയല്ലേ? ആ അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോബ് ഇല്ലാതെയായി. ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ നോക്കിക്കേ, ഒരു 6 മാസമൊക്കെ നമുക്ക് അടച്ചിടുകയാണെങ്കിൽ നമ്മൾ മൊത്തം പേര് കോവിഡ് ഇല്ലാതെ മരിക്കുമായിരുന്നു. കാരണം നമ്മുടെ സേവിങ്സൊക്കെ തീർന്നിട്ടാവും.
അപ്പോൾ സേവിങ്സ് ഉള്ളതുകൊണ്ടാണ് ഒരു പരിധി വരെ നമുക്ക് ആ കോവിഡ് കാലഘട്ടത്തിൽ കുറച്ചെങ്കിലൊക്കെ നീക്കിരിപ്പ് ഗോൾഡായിട്ടും മറ്റു നീക്കിരിപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് പലരും മരിക്കാതെ രക്ഷപ്പെട്ടത്. അപ്പം എപ്പോഴും കിട്ടുന്ന പൈസയെ മുഴുവൻ ഫുഡ് അടിച്ച് കളയാതെ ഒരു സെർട്ടൺ പേഴ്സൻറ്റേജ് സേവ് ചെയ്യുക എന്നൊരു ക്വാളിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം. അത് മിനിമം 20% ആണ്. 20% ഫോർ സേവിങ്, ദാറ്റ് ഇസ് ഫോർ ദ ഫ്യൂച്ചർ, 30% ഫോർ യുവർ വാണ്ട്സ് ആൻഡ് 50% ഫോർ യുവർ നീഡ്സ്. ഇതാണ് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പേഴ്സണൽ ലൈഫിൽ എടുക്കേണ്ടത്. ഇത് പെണ്ണിനും ആണിനും എല്ലാവർക്കും വേണ്ടതാണ്. പലപ്പോഴും നടക്കുന്നത് ഉൾട്ടയാണ്. പലരും സാലറിയുടെ 90% പോലും EMIക്ക് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ വെരി ബാഡ് ഹാബിറ്റ്. അത് അത്തരം ഹാബിറ്റുകളെ കൊണ്ടുവരരുത്. EMI ഒക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. നമ്മുടെ വരുമാനത്തിൻ്റെ 10 to 5% ആണ് EMI ആകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബർഡനായിട്ട് മാറും. അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഫർദറായിട്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. പക്ഷേ ഇത് ക്യാപ്സ്യൂൾ പോലെ തരുവാണ്. ഇങ്ങനൊരു ഹാബിറ്റ് ലൈഫിൽ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ഷോർട്ടായിട്ടുള്ള ലെസന് പറയാനുള്ളത്. ഇത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. റെഡി അല്ലേ? കേട്ടല്ലോ? ഷുവർ ചെയ്യാം. താങ്ക് യു.